ഏപ്രിൽ 3 മുതൽ 9 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ ഇന്ന് തന്നെ സന്ദർശിക്കൂ. നിങ്ങളുടെ സ്വപ്ന ദിനത്തിനായുള്ള ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വിഹിതം വൈകുന്നതിനെതിരെ പോരൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഷേധം. ബഡ്ജറ്റ് വിഹിതമായി ലഭിക്കേണ്ട 3ാം ഗഡു അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മെമ്പർമാരുടെയും UDF പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ വലയം തീർത്തു. അടിയന്തരമായി ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി നടന്ന പ്രതിഷേധം പ്ലാനിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ P. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷൻ നേരിടുന്നതായതുകൊണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് കിട്ടി. ഇലക്ഷൻ ഇല്ല എങ്കിൽ അതും കിട്ടാത്ത ഒരവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തെ മുച്ചൂടും മുടിച്ച ഒരു ഗവൺമെന്റ്. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാ തലങ്ങളിലും 130 കോടി രൂപ ചെലവാക്കി പിണറായി വിജയന്റെ തല വെച്ച് പരസ്യം നടത്തുന്ന ഈ ഗവൺമെന്റ് പാവപ്പെട്ടവർ കൊടുക്കേണ്ട, കൃഷിക്കാർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ. സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പോരൂർ പഞ്ചായത്തിന് മാത്രം ലഭിക്കാനുള്ളത് 2 കോടിയിലധികം രൂപയാണ്. പ്ലാൻ ഗ്രാന്റ്, SCP ഗ്രാന്റ്, ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവയുടെ 3ാം ഗഡു സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല. ഇതിനെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. സംസ്ഥാനത്തെ 1200ഓളം തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ഏകദേശം 2150 കോടി രൂപയാണ് സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്നത്. ലൈഫ് ഭവന പദ്ധതിയുടെ 2ാം ഗഡുവിൽ നിന്നും പലിശ ഇനത്തിൽ ലഭിക്കേണ്ട തുക പോലും സർക്കാർ അട്ടിമറിച്ചതായും 2017 മുതൽ നിലനിന്നിരുന്ന ഫണ്ട് ക്യാരി ഓവർ ചെയ്യുന്ന രീതി നിർത്തലാക്കിയതും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഫണ്ട് അനിശ്ചിതമായി നീളുന്നതോടെ ഈ വർഷത്തെ 1.54 കോടിയിലധികം വരുന്ന ബില്ലുകൾ മുടങ്ങുന്നതിനും അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമാകും. പഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. അമൃത, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമൽ, UDF ഭാരവാഹികളായ KT റഷീദ്, M. വേലായുധൻ, അയ്യൂബ് ഖാൻ, അഡ്വക്കേറ്റ് ഷ്യാം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.